എന്താ മാഷെ ഏകാന്തരായിരുന്നു മൂളിക്കൊണ്ടിരിക്കുന്നത്? വലിയ ഉർവശിയും വരാൻ തപസ് ചെയ്യുകയായിരിക്കും. എന്നാൽ ഇന്ന് ഊർവശിയും ടെമ്പയൊന്നും വരികയില്ല. ദേവലോകത്ത് ബസ് തൊഴിലാളികൾ സ്ട്രൈക്കാണ്. ഞാനൊരു പാട്ട് എഴുതുകയാണ്. ആരാണ് ഹീറോയിൻ? പഞ്ചവടിയിലെ സീത. അതെന്താ സാറേ, ഞങ്ങളിവിടെ 8-10 ടിപ് ടോപ്പ് പരുവത്തിലുള്ള പെണ്ണുങ്ങൾ ഈ പഞ്ചവടിയിലില്ലേ? ഇവരെയൊക്കെ വിട്ടിട്ട് സാറെന്തിനാ പണ്ടത്തെ സീതയെ തേടി പോകുന്നത്? എനിക്കെന്റെ സീത ഇഷ്ടമാണ്, ഇല്ലേ രജനി? ഓഹോ, ഇവളാണോ സാറിന്റെ ഏജന്റ്? എന്റെ സ്വപ്നലോകത്തിലെ കളിത്തോഴി. സ്വപ്നത്തിലാണേ. കളി കാര്യമായാൽ ഞങ്ങൾ ഈ പൂച്ച സന്യാസിയുടെ സമാധി ഇവിടെ തന്നെ ഉണ്ടാക്കും. നിനക്ക് എപ്പോഴും ഈ ദുഷ്ടവിചാരമേ ഉള്ളല്ലോടി. സാറേ, ഓ, ആ പാട്ടൊന്ന് പാടാമോ? തീർന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ വേണേ പോയേക്കാം. ശ്രീരാമനും സീതയും കൂടെ തനിയേന്ന് പാടി രസിച്ചോളണം. പഠി. അയ്യോ, നിങ്ങൾ പോകരുത്. നിങ്ങൾ പോയാൽ വല്ല രാവണന്മാരും വന്ന് സീതയെ മോഷ്ടിച്ചുകൊണ്ട് പോകും. ഞാൻ പറഞ്ഞേക്കാം. പോണവര് പോട്ടെ. സാറേ, ആ പാട്ടൊന്ന് പാടൂ. അതിനു മുമ്പ് സീതയെ ഞാനൊന്ന് പഠിക്കണ്ടേ? ഞാൻ സീതയുമല്ല സാവിത്രിയുമല്ല. ഇഷ്ടമുണ്ടെങ്കിൽ പാടിയാൽ മതി. എന്താ? ഒന്ന് കാണാൻ വന്നതാണ്. കണ്ടില്ലേ? ഒരു കാര്യം പറയാനുണ്ട്. ഇരിക്കൂ. കസേരയിലിരിക്കൂ. ഇങ്ങനെ അധികം വിനയം കാണിക്കുന്നവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ കള്ളന്മാർ. ഞാൻ വലിയ ആളുകളുമായി പരിചയപ്പെടുന്നതും പഴകുന്നതും ഇത് ആദ്യമായിട്ടാണ്. പിന്നെ ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. ദേഷ്യപ്പെടരുത്. മുഖവരി ഒന്നും വേണ്ട, കാര്യം പറയും. എനിക്ക് അഡ്വാൻസ് ആയി ഒരു 50 രൂപ കിട്ടണം. വീട്ടിലേക്ക് അയക്കാൻ. നിങ്ങൾ വളരെ മധുരമായിട്ട് പാടുമല്ലേ? ഓ, ഞാൻ ചില തുക്കട പാട്ടുകളൊക്കെ പാടും. നിങ്ങൾ എന്നെ തോപ്പിച്ചിരിക്കുന്നു. ആട്ടെ, ആരാണ് നിങ്ങളുടെ ഗുരു? ഹരിപ്പാട്ട് രാമൻകുട്ടി ഭാഗവത്. നമ്മുടെ അഡ്വാൻസിന്റെ കാര്യം. ജീവിതത്തിൽ ഞാൻ ആദ്യമായി ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ പാട്ടാണ്. ജീവിതത്തിൽ ഞാൻ ആദ്യമായി അഡ്വാൻസ് ചോദിക്കുന്നത് അവിടത്തോടാണ്. മാസ്റ്റർക്ക് ഇവിടെ താമസവും ജോലിയൊക്കെ സുഖമാണോ? പരമസുഖം. പഞ്ചവടിയല്ലേ? പക്ഷെ ഒരു കുഴപ്പം. എന്താ? ഇവിടുത്തെ ആശ്രമ കന്യകമാരെ പാട്ട് പഠിപ്പിക്കാൻ ഒരു അങ്കലാപ്പ്. മാസ്റ്റർ പെൺകുട്ടികളുമായി ഇടപെടുന്നത് ആദ്യമായിട്ടായിരിക്കും. എല്ലാം ആദ്യമായിട്ടാണ്. മാസ്റ്റർ, ഈ വേഷമൊക്കെ ഒന്ന് മാറ്റി നല്ല ടിപ് ടോപ്പായി നടക്കണം. അങ്ങനെയുള്ളവരാണ് എനിക്കിഷ്ടം. പണ്ട് രമണന്റെ പാട്ട് ചന്ദ്രികയുടെ കിളിവാതിൽ തോപ്പിച്ചു. അപ്രകാരം മാഷയുടെ പാട്ട് മഹേഷിയമ്മയുടെ കവാടങ്ങളിൽ ചെന്ന് ഇങ്ങനെ മുട്ടിട്ട് അങ്ങനെ ഭ്രമണം നടത്തുകയാണ്. ഞാൻ മാസ്റ്റർക്ക് ചില ഉപദേശമൊക്കെ കൊടുക്കുക. മാഷേ, ഒരു സ്ത്രീ മനസ്സ് തെളിഞ്ഞ് ഒരു പുരുഷനെ അങ്ങോട്ട് ഉപദേശിക്കുന്നതിരിക്കട്ടെ. എല്ലാം ഇത് കരുതിക്കോളൂ. അപ്പൊ മാഷ് അറിഞ്ഞല്ലേ? ഓ, എന്റെ അഡ്വാൻസ് ഞാൻ മറന്നുപോയി. ഇതാ. മഹേശ്വരമ്മേ, നവാബ് സുൽത്താൻ ബഹദൂർ നമ്മുടെ പഞ്ചവടി സന്ദർശിക്കുന്നുണ്ട്. ആരാണ് ഈ ഈ അപരാധം സുൽത്താൻ ബഹദൂറിന് അറിയില്ലേ? ലോക കോടീശ്വരന്മാരുടെ ഒരാള്, പഞ്ചവടി രക്ഷാധികാരിയാണ്. മൂപ്പര് ഇങ്ങോട്ട് വരുമ്പോൾ രാജോചിതമായ രീതിയിൽ നമുക്ക് ഒരു സ്വീകരണം അങ്ങോട്ട് കൊടുക്കണം. ഇത് ഞങ്ങൾ മാറ്റി വിടുകയില്ല. അഡ്വാൻസ് പൈസ ദിവസമല്ലേ? ഞങ്ങൾക്ക് എല്ലാവർക്കും കൂൾ ഡ്രിങ്ക്സ് വാങ്ങിച്ചു തരണം. അയ്യോ, വാങ്ങിച്ചുതരാം. ഈ പിടി ഒന്ന് വിട്ടാട്ടെ, ഞാൻ എന്ത് വേണോ വാങ്ങിച്ചു തരാം. കുഞ്ഞെ, 4 ഗോൾഡ് സ്പാട്ടും 1 ഗ്ലാസ് പച്ചവെള്ളവും തന്നാട്ടെ. ആർക്കാ സാറേ പച്ചവെള്ളം? എനിക്കാ പച്ചവെള്ളം. ഒന്ന് പിടിച്ച് ചെലവാക്കിയെങ്കിലേ വീട്ടിലേക്കാൻ വല്ലതും കാണത്തുള്ളൂ. സാറേ, ഇപ്പൊ തന്നെ ഇങ്ങനെ ഫിസ്റ്റ് കാണിച്ചാൽ കല്യാണം കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ജീവിക്കും? പിന്നെ 3 നേരം പച്ചവെള്ളം പാട്ടും തന്നെയായിരിക്കും. നാല് സോഡ, 4 ഗ്ലാസ്. ഇത് കൂൾ ഡ്രിങ്ക് ഷോപ്പല്ലേ? അവരോട് ഇവിടെ നിന്ന് കഴിക്കരുതെന്ന് പറയണം മാസ്റ്റർ. അവരവിടെ ഇരുന്ന് കഴിച്ചോട്ടെ, നമ്മൾ അങ്ങോട്ട് നോക്കണ്ട. അവര് കുടിച്ചു കഴിഞ്ഞ് നമ്മളെ കയറി പിടിച്ചാലോ? മാനക്കേടാ. അതുകൊണ്ടാ പറഞ്ഞത് അവരോട് ഇവിടെ ഒന്ന് കുടിക്കരുതെന്ന് പറയാം. ചെല്ലണം മാസ്റ്റർ.
മാന്യരെ, ഇത് ശീതളപാനീയക്കടയാണ്. ഇവിടെ പല മഹനീയന്മാരും വരുന്ന സ്ഥലമാണ്. ഇവിടെ ഇരുന്ന് ഇങ്ങനെ പരസ്യമായി മദ്യപാനം കുടിക്കുന്നത് സഭ്യമല്ല. എടോ, ഞങ്ങളെ അറിയാമോ? അടി കൊള്ളണ്ടെങ്കിൽ പൊറ്റോ. സഹോദരന്മാരെ, നിങ്ങളോട് വീണ്ടും ഞാൻ യാചിച്ചു പറയുകയാണ്. നിങ്ങളുടെ അമ്മ പെങ്ങന്മാരെ കൊടുത്ത് ഈ മദ്യം ഇവിടെ ഇരുന്ന് നിങ്ങൾ കഴിക്കരുത്. ഈ വിഷപാനീയം ക്ഷമാപണത്തോട് ഞാൻ എടുക്കുകയാണ്. അയ്യോ, അമ്മമാര് ഭയങ്കര തെമ്മാടികളാ. നമ്മൾ വിചാരിച്ച മാതിരി തന്നെ നമുക്ക് പോയാ. നാണമില്ലല്ലോ ഇങ്ങനെ അടിയും കൊണ്ട് നില വിളിച്ചോണ്ട് വരാന്. സാറിന് ആണാണോ? ഇത്ര പേടിക്കൊണ്ടെന്നാണെന്ന് അറിഞ്ഞു തന്നെ ഞങ്ങൾ സാറിന്റെ കൂടെ വരില്ലായിരുന്നു. സാർ ഇത്ര മരങ്ങോടനായി പോയല്ലോ. ഇത്രയും പേര് അടിച്ചിട്ട് ഒരു അടിയെങ്കിലും തിരിച്ചടിച്ചില്ല. അയ്യോ, ഞാൻ തിരിച്ചടിച്ചു, ദൈവസത്യമായിട്ട് തിരിച്ചടിച്ചു. പക്ഷെ അവന്മാർ അടിച്ച ഭാഗത്ത് ഞാൻ അടിച്ചത് നിങ്ങൾ കണ്ടില്ല. ഓ, പൊങ്ങച്ചം പറയുന്നത് കേട്ടില്ലേ? സാറേ, എന്തിനാ ഈ നീച്ച വെച്ച് ഇരിക്കുന്നത്? ഒരു അടിയെങ്കിലും അടിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എത്ര അഭിമാനമായിരുന്നേ. ആ, പിടി, പിടി. ഒരു കോൾഡ് സ്പോൺ. ആരാടാ എന്നെ അടിച്ചത്? വരണ. എന്താ മാഷെ, ഇങ്ങോട്ടെങ്ങ് വരുന്നതേ ഇല്ലല്ലോ. സ്ത്രീകൾ തനിച്ച് താമസിക്കുന്ന മുറിയിൽ വരുന്നത് ശരിയല്ല എന്ന് വിചാരിക്കും. അതിന്റെ കണ്ടീഷൻ ഞങ്ങൾ എന്തോ വശപ്പഴയായിട്ട് ജീവിക്കുന്നവരെന്നാണല്ലോ. അയ്യോ, അങ്ങനെയൊന്നുമല്ല. കണ്ടാൽ കൊള്ളാവുന്ന അമ്മയും മകളും തനിച്ച് താമസിക്കുന്ന മുറിയിൽ ഒരു അന്യപുരുഷൻ പ്രവേശിച്ചാൽ അത് പൊതുജനമധ്യത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി. മതി മതി, ഇഷ്ടമുണ്ടെങ്കിൽ എവിടെയും പോകാം. പറയുന്നവര് പറയട്ടെ. മാഷി ഇരുന്നാട്ടെ. സാറേ, ഞാനൊന്ന് ചോദിക്കട്ടെ, ആരാ സാറേ ഈ ഹരിചന്ദ്രന്റെ മാതിരി ശീലാവതിയെ പോലും ജീവിക്കുന്നത്? ഒരു കുഞ്ഞുമില്ല. എന്റെ നോട്ടത്തിൽ നിങ്ങൾ നല്ലവരാണ്. ഞാൻ അത്ര നല്ലവളൊന്നും അല്ല സാറേ. മറ്റുള്ളവരെ പോലുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. ദൈവമേ, ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ സത്യം ഞാനിപ്പോൾ കേട്ടു. ഈ അമ്മ ഒരു വായാടിയാണ്. പെണ്ണുങ്ങളെ കുറിച്ച് രഹസ്യമൊക്കെ വേണം. നീ ഒന്ന് ചുമ്മാതിരിടി. രഹസ്യം ഏതാണെന്ന് എനിക്കറിയാം. നമ്മളിവിടെ ചേർന്നു. ഒരു വർഷം കഴിഞ്ഞാൽ നമ്മുടെ കണ്ടീഷൻ ശരിയാണെങ്കിൽ 4-5 ലക്ഷം രൂപ കിട്ടും. ഇതല്ലേടി രഹസ്യം? ഇത് ഞാൻ ആരടുത്തെങ്കിലും പറഞ്ഞോടി? നീ ഒന്നും മിണ്ടാതിരുന്നേ. ആ, എനിക്ക് ഒരു കാലം വരും. ഒരു വർഷം ഒന്ന് കഴിഞ്ഞോട്ടെ, ഒരു 4-5 ലക്ഷം രൂപ ഇവിടുന്ന് കിട്ടും. അപ്പൊ ഇവന്റെ ഒക്കെ കണ്ടീഷൻ എടുത്ത് ഞാൻ ദൂരെ അറിഞ്ഞിട്ട് മാഷിനെ വെച്ച് ഞാനൊരു ഡാൻസ് കമ്പനി നടത്തും. അമ്മേ, എന്താ അതൊരു പാവ. അതങ്ങനെ ചുമ്മാ ആടും. മാഷ് പോണം. ഞങ്ങൾക്കൊന്ന് വെളിയിലേക്ക് പോണം. വന്ദനം. വന്ദനം. ചുമ്മാ വായി തോന്നുന്നത് വിളിച്ചു പറഞ്ഞാൽ അനുഭവം അറിയാമല്ലോ.